വോട്ടുകൊള്ളയ്ക്കെതിരായ പോരാട്ടം കടുപ്പിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് 300 എംപിമാരെ പങ്കെടുപ്പിച്ചുള്ള ഇന്ത്യ സഖ്യത്തിന്റെ മാർച്ച് നടക്കും. ഒപ്പം സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ശക്തമായ പ്രചരണത്തിനും തുടക്കം കുറിച്ചു കഴിഞ്ഞു. തന്റെ പ്രചരണത്തിന് ദേശീയ പിന്തുണ തേടുകയാണ് രാഹുലിന്റെ ലക്ഷ്യം. തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള തടയാനുള്ള പ്രചരണത്തിൽ പങ്കെടുക്കാൻ ജനങ്ങളോട് രാഹുൽ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. പോരാട്ടത്തിന്റെ ഭാഗമായി വോട്ടുചോരി.in എന്ന വെബ്സൈറ്റ് ആരംഭിച്ചു കഴിഞ്ഞു. ഈ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാനാണ് രാഹുലിന്റെ നിർദ്ദേശം. വോട്ടുകൊള്ളയുടെ അനുഭവങ്ങൾ ജനങ്ങൾക്ക് പേരും മൊബൈൽ നമ്പരും തെളിവുകളും നൽകി ഈ വെബ്സൈറ്റിലൂടെ പങ്കുവയ്ക്കാം. 9650003420 എന്ന നമ്പറിൽ മിസ്ഡ് കോൾ അടിച്ചും ജനങ്ങൾക്ക് ക്യാമ്പയിനിൽ പങ്കാളികളാകാൻ അവസരമുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ രാഹുലിന്റെ പ്രചരണത്തിന് വൻ പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു വോട്ടെന്ന ജനാധിപത്യ മൂല്യത്തിനെതിരാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനമെന്ന് രാഹുൽ ഗാന്ധി വിമർശിക്കുന്നു. പ്രവർത്തനങ്ങളിൽ സുതാര്യത വരുത്താനും ഡിജിറ്റൽ വോട്ടർ ലിസ്റ്റ് പുറത്തുവിടാനും രാഹുൽ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അതീവ ഗുരുതരമായ ഈ വിഷയത്തിൽ രാഹുലിന് സഖ്യകക്ഷികളുടെ പിന്തുണ ഏറുകയാണ്. രാഹുൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ സ്ഫോടനാത്മകമെന്ന് പറഞ്ഞാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി പിന്തുണ പ്രഖ്യാപിച്ചത്. കോൺഗ്രസിനോട് അകന്നു നിന്നിരുന്ന തൃണമൂൽ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടി എന്നീ കക്ഷികളും പുതിയ സാഹചര്യത്തിൽ രാഹുലിനൊപ്പം ചേർന്ന് നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. തങ്ങളുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന ഒരു വിഷയമായിട്ടും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ലെന്നതാണ് രസകരം. രാഹുൽ ഗാന്ധി സത്യവാങ്മൂലം നൽകണമെന്നാണ് കമ്മീഷന്റെ തുടർച്ചയായ ആവശ്യം. എന്നാൽ കമ്മീഷൻ എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്നില്ലെന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഇതിന് മറുപടിയില്ല. രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം കമ്മീഷന്റെ മറുപടി തേടി പ്രക്ഷോഭം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. കർണാടകയിലെ ബംഗളൂരു സെൻട്രൽ എന്ന ലോക്സഭാ മണ്ഡലവും അതിന് കീഴിൽ വരുന്ന മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലവും ഉദാഹരണമായി എടുത്താണ് രാഹുൽ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പിലെ വോട്ടുകൊള്ള വെളിച്ചത്ത് കൊണ്ടുവന്നത്. അതിനാൽ തന്നെ കർണാടകയിലെ വോട്ടർ പട്ടികയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ സിദ്ധരാമയ്യ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിയമവകുപ്പിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി കഴിഞ്ഞു. നാളെ തുടങ്ങുന്ന നിയമസഭാ സമ്മേളനത്തിലും വിഷയം സജീവമായി ഉയർത്താനാണ് ഭരണകക്ഷിയായ കോൺഗ്രസിന്റെ നീക്കം. മഹാദേവപുര എന്ന നിയമസഭാ മണ്ഡലത്തിൽ മാത്രം ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ടുകളുടെ ഒരു അട്ടിമറി ഉണ്ടായി എന്നാണ് കണക്കുകൾ നിരത്തി കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തെളിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ആ മണ്ഡലത്തിൽ BJPയുടെ സ്ഥാനാർത്ഥി ജയിച്ചതെന്നും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്നു. വിവിധ തരത്തിലുള്ള അട്ടിമറികളാണ് വോട്ടർ പട്ടികയിൽ നടന്നതെന്ന് രാഹുൽ ആരോപിക്കുന്നുണ്ട്. അതിന് അദ്ദേഹം വ്യക്തമായ തെളിവുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുന്നിലേക്ക് വെക്കുന്നു. എന്നാൽ ഈ വിഷയത്തിൽ എന്തെങ്കിലും നടപടിയെടുക്കാനോ അല്ലെങ്കിൽ രാഹുലിന്റെ ആ ആരോപണത്തെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് എന്തെങ്കിലും നടപടിക്ക് ഈ പറയുന്ന പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിട്ടില്ല. മറിച്ച് സത്യവാങ്മൂലത്തോടൊപ്പം തെളിവുകളോടുകൂടി പരാതി നൽകൂ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിക്ക് തങ്ങൾ തയ്യാറല്ല എന്നാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും വ്യക്തമാക്കുന്നത്. മറിച്ച് ഇത് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച് കൂടുതൽ ജനപിന്തുണയോടുകൂടിയുള്ള പ്രക്ഷോഭവുമായിട്ട് മുന്നോട്ട് പോവുക, നിയമ പോരാട്ടം എന്നത് തങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ചേർന്ന് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നത് എന്നത് ജനങ്ങൾക്ക് മുന്നിൽ പച്ചയായിട്ട് തുറന്നു കാട്ടി അവരുടെ പിന്തുണ തേടി മുന്നോട്ട് പോവുക എന്നതാണ് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ആഗ്രഹിക്കുന്നത്. ബീഹാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് 2 മാസങ്ങൾക്കപ്പുറം വരാനിരിക്കുകയാണ്. ബീഹാറിൽ ഇതിനോടകം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചില നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതിനെതിരെ ഇന്ത്യ സഖ്യം അവിടെ പോരാട്ടത്തിലാണ്. വോട്ടർ പട്ടികയിൽ നിന്നും ലക്ഷക്കണക്കിന് ആളുകളെയാണ് രേഖകളില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവാക്കാനുള്ള നീക്കം നടക്കുന്നത്. ഇതിനോടകം തന്നെ നിരവധി ആൾക്കാർ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയം ഇപ്പോൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട്. കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ ഇന്ത്യ സഖ്യം അവിടെ ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പുതിയ പോരാട്ട വിജയം ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അട്ടിമറി നീക്കങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. അടുത്ത മാസം 1-ന് പട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നടക്കും. തൃണമൂൽ, AAP ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ഇതിൽ അണിചേരും.
എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പുതിയ പോരാട്ട വിജയം ഇന്ത്യ സഖ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്ന അട്ടിമറി നീക്കങ്ങൾക്കെതിരെയും പ്രതിഷേധം ശക്തമാവുകയാണ്. അടുത്ത മാസം 1 പാട്നയിൽ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലി നടക്കും. തൃണമൂൽ, AAP ഉൾപ്പെടെയുള്ള പാർട്ടികളും ഇതിൽ അണിചേരും.